ഇവിടെ പുസ്തകത്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിനകത്ത് ആമേൻ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ദൈവം തുറക്കപ്പെട്ട ഒത്തിരി വാതിലുകൾ ഉണ്ടായിരുന്നു. അവർ തന്നെ അതിശയിക്കുമാറ് ദൈവം അവർക്ക് കൊടുത്ത ദർശനം ചെറുതല്ല, വലിയ ദർശനമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവരുടെ ദർശനമൊക്കെ മിസ്രൈമിൽ അവർ അടിമയായിരുന്നപ്പോൾ എല്ലാവർക്കും ആ ദർശനമില്ലെങ്കിലും ദർശനമുള്ളവൻ തൻ്റെ വീണകളും കുഴലുകളൊക്കെ എടുത്തിട്ട് എല്ലാ ദിവസവും അവർ വൃത്തിയാക്കി വെച്ചിട്ട് പറയുന്നു, ഞങ്ങൾക്കൊരു മടക്കയാത്രയുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങൾക്കൊരു മടക്കയാത്രയുണ്ട് എന്ന് ആമേൻ അവർ വിശ്വസിക്കുന്നു. 2:17 വാക്യവും 2:18 വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ചരിത്രപരമായ വാക്ക് ആമേൻ 2-ാമത്തെ അധ്യായത്തിൻ്റെ 17-18 വാക്യമാണ് നമുക്കവിടെ കാണുന്നത്. ആമേൻ സ്തോത്രം. ആകെ അധ്യായങ്ങൾ 24 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനകത്തുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതിനകത്തുള്ള മുന്നറിയിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 44 മുന്നറിയിപ്പുകൾ ആമേൻ യോശുവ ആമേൻ സ്തോത്രം ജനത്തിന് കൊടുക്കുകയാണ്. 44 മുന്നറിയിപ്പുകൾ. ആമേൻ. ഓരോ മുന്നറിയിപ്പിനകത്തും 1000 ദൂതുകൾ അടങ്ങപ്പെട്ട മുന്നറിയിപ്പുകൾ. അതിൽ ഒന്നാണ് നമ്മളിവിടെ വായിച്ചത്. സ്വർഗത്തിലെ ദൈവം തൻ്റെ അടുത്തിറങ്ങി വന്ന് പറയുകയാണ്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, ആമേ, ഉലകത്തിൽ എല്ലാവരും പറയും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. എല്ലാവരും പറയും, ആരും പറയാതിരിക്കത്തില്ല. എല്ലാവരും പറഞ്ഞ ഒരേ സ്വരം ഇതാണ്, ആമേ, നീ എൻ്റെ ചങ്കാണ്, നീ എൻ്റെ മുത്താണ്, ഇല്ലെങ്കിൽ നീ എനിക്കെല്ലാമാണ് എന്ന് പറഞ്ഞ് ചിലർ ഫലിപ്പിക്കുമ്പോൾ അത് ചില നാളുകൾ മാത്രമേ അത് നിൽക്കത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു ആമേ സ്തോത്രം ആമേ തണുത്ത അന്തരീക്ഷത്തിലേക്ക് വരും. അത് മാനുഷികമായ വാക്കാണ്. പക്ഷെ ഈ വാക്കെന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അതേപോലെ തന്നെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഉറപ്പായിട്ടും ഇതിനകത്ത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ആമേൻ സ്തോത്രം. ഇതിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നമുക്കറിയാം. ആമേൻ സ്തോത്രം. ഈ 400 BC 400 ഈ പുസ്തകം എഴുതപ്പെടുമ്പോൾ തന്നെ ആമേൻ മോശയുടെ കാലഘട്ടത്തിന് തൊട്ട് മുൻപ് മോശയുടെ ശുശ്രൂഷക്കാരനായി അല്ലെങ്കിൽ മോശയുടെ ആമേൻ പ്രൈസ് ദി ലോർഡ് കൂടെ നടന്ന ഒരു മനുഷ്യനാണ് ഈ യോശുവ എന്ന് പറയാം നമുക്ക്. ആമേൻ. ശുശ്രൂഷയുടെ എല്ലാ പഴക്കവും തഴക്കവും ഒക്കെ പഠിച്ചൊരു മനുഷ്യൻ. അതിൽ വേറെ ഒരാളുണ്ട്. ആമേൻ. പഴയ നിയമത്തിൽ തന്നെ ഏലിയാവിൻ്റെ പിറകെ നടന്ന ഏലിശ എന്ന പോലെ പ്രൈസ് ദി ലോർഡ് എല്ലാ കാര്യങ്ങളിലും തഴക്കവും പഴക്കവും അല്ലെങ്കിൽ എല്ലാ കാര്യവും നോക്കി കണ്ട് പഠിച്ച് ക്രമപ്രകാരം പഠിച്ച് മുൻപിലോട്ട് വരുന്ന ചില ശുശ്രൂഷകന്മാരുണ്ട് പുസ്തകത്തിനകത്ത്. അത് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ളവരെയാ. അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ ഇവിടെ പറയുന്നത് നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും, കണ്ടോ, ഒരു മൃഗമെന്നല്ല പറഞ്ഞത്, ഒരു മനുഷ്യനും. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് നേരെ ആരെങ്കിലും വെല്ലുവിളിച്ചെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ പറയുക, ഒരു മനുഷ്യനും നിന്റെ ജീവകാലത്ത് എന്ന് പറഞ്ഞാൽ നീ ജീവനോടെ ഇരിക്കുമ്പോൾ നിന്നെ ആർക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കെങ്കിലും കീഴ്പ്പെടുത്താൻ കഴിയണമെങ്കിൽ ആമേൻ അവനവൻ വിചാരിക്കണം. പ്രത്യേകിച്ച് അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതൽ കീഴ്പ്പെടണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണം. പ്രൈസ് ദി ലോർഡ്. വേറെ ആർക്കും അവനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. കാരണമെന്ന് പറഞ്ഞാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ആമേൻ സ്തോത്രം ഒരു മനുഷ്യനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പ് പറയുന്ന ഒരു കാര്യം ഇതാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പ്ലാനും പദ്ധതിയുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ ദാസനായ യോശുവ ജനത്തോട് പറയുക, എന്താണ്? നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. 2, നിങ്ങൾ ആരായിരിക്കണം? ധൈര്യമുള്ളവരായിരിക്കണം. ഇത് രണ്ടും ഒരു ദൈവ പൈതലിന് ഉണ്ടെങ്കിൽ അവൻ്റെ ജീവിതം ഏറ്റവും മേൽത്തരമായ ഒരു ആത്മീക മണ്ഡലത്തിലേക്ക് വരുവാൻ കഴിയും. ഈ രാത്രി നോക്കിക്കേ, ആമേ സ്തോത്രം 4-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 4:20, 4 സ്തോത്രം 19, 4:3, 4:15, 4 ആമേ സ്തോത്രം 16, 4:13 നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത്
ഒത്തിരി ആശയങ്ങൾ യോശുവയുടെ പുസ്തകത്തിനകത്ത് കൊണ്ടുവരാൻ കഴിയുന്നു. 1:19 നമ്മൾ പഠിക്കുമ്പോഴും 1:2 പഠിക്കുമ്പോഴും ആമേൻ സ്തോത്രം, 1:14 നമ്മൾ വായിക്കുമ്പോഴും അവിടെ 1:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ വായിച്ചത്? 1:14 ഒന്ന് വായിച്ച്. 1:14 ശക്തിയോടെ. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞു കുട്ടികളും നിങ്ങളുടെ കന്നുകാലികളും യോർദാനിക്കരെ മോശയെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശത്തിരിക്കട്ടെ. എന്നാൽ നിങ്ങളിൽ യുദ്ധപ്രാപ്തന്മാരായവരൊക്കെയും സന്നദ്ധരായി നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി കടന്നു ചെന്ന് യഹോവ നിങ്ങൾക്ക് എന്ന പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർക്ക് കൈവശമാക്കുകയും ചെയ്യുവോളം അവരെ സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരായിരിക്കണം? സ്വസ്ഥതയുള്ളവരായിരിക്കണം. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞു കുട്ടികളും നിങ്ങളുടെ കന്നുകാലികളും യോർദാൻ അരികെ മോശ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശത്തിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം അവിടെ ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവര് അവിടെ ഇരുന്നിട്ട് അടുത്ത് പറയുന്നത്, എന്നാൽ നിങ്ങളിൽ യുദ്ധപ്രാപ്തിയുള്ളവരൊക്കെയും ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ യുദ്ധപ്രാപ്തി ഉള്ളവർ. യുദ്ധത്തിന് എന്ത് വേണം? ഒരു പ്രാപ്തി വേണം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ദൈവജനം ചിന്തിക്കേണ്ടത്, നമ്മൾ നിൽക്കുന്നത് കളിക്കളത്തിലല്ല, നമ്മൾ നിൽക്കുന്നത് എവിടെയെന്നറിയാമോ? പടക്കളത്തിലാ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവപൈതലിന്റെ പിന്നാലെ പടപൊരുതുവാൻ ശത്രു വളരെ പരിശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദൂത് പറയാം. എത്ര ശത്രു പരിശ്രമിച്ചാലും നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ആമേൻ. സകലത്തിന്റെ മേലും അധികാരമുള്ളത് നമ്മുടെ കർത്താവിനാ. ആ ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവപൈതലേ, എന്താണ് ഈ 6ാമത്തെ വാക്യം വായിക്കുന്നത്? ഇങ്ങനെയാണ്, ഉറപ്പും എന്താണ് ധൈര്യവുമുള്ളവനായി ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കണം. ഹല്ലേലൂയ. നമ്മെ ഏൽപ്പിച്ച ദൗത്യം ചെറുതല്ല. ഒരു ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിക്കുമ്പോൾ ആ ദൗത്യത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുള്ള ദൂതുകളുണ്ട്. ഹല്ലേലൂയ. മറന്നു പോകരുത്. ഓരോ വചനത്തിനകത്തും ആമേൻ സ്തോത്രം. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആമേൻ, അതിനകത്ത് അപ്പോസ്തലനായ പൗലൂസ് എബ്രായർക്ക് ലേഖനം താൻ എഴുതുമ്പോൾ തൻ്റെ തൂലിക ചലിപ്പിക്കുമ്പോൾ അത് 5-ാമത്തെ വാക്യം വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ അതിനകത്ത് വളരെ നമ്മെ പിടിച്ച് കുലുക്കുന്ന, നമ്മെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന, നമ്മെ കെയർ ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എടുത്തെങ്കിൽ ആ എടുത്തവർ ഒന്ന് വായിച്ചാട്ടെ 5-ാമത്തെ വാക്യം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പൊ എങ്ങനെയുള്ളതായിരിക്കണം? ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. അടുത്ത് പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആദ്യം ഫസ്റ്റ് കാര്യം അവിടെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില വേദനകൾ വരും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതിരിക്കട്ടെ. ആമേൻ. ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. അപ്പുറത്തുനിന്ന് വായ്പ വാങ്ങിച്ച് ചെയ്യാനല്ല ദൈവം പറയുന്നത്. ഇന്ന് ഒരു കറിയേ ഉള്ളൂവെങ്കിൽ അത് തന്നെ മതിയെന്ന് വയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പുറത്തുനിന്ന് വാങ്ങിയല്ല ചെയ്യേണ്ടത്, ഒന്നേ ഉള്ളൂ, അതിൽ നീ തൃപ്തിപ്പെടണം. ഹല്ലേലൂയ. കർത്താവ് അതാ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്ത് പറയുന്നത് എന്തെന്നറിയാമോ? നിനക്ക് ഈ മുൻപിൽ പറഞ്ഞ കഷ്ടതകൾ ഉണ്ടായിരിക്കാം, വേദന ഉണ്ടായിരിക്കാം,
പരിഹാസമോ പ്രശ്നമോ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി തമ്പുരാൻ ആരെയും കൈവിടുന്ന ദൈവമല്ല കേട്ടോ. അടുത്ത് പറയുന്നു, നീ തൃപ്തിപ്പെടണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല. ആ ഒരു പ്രോമിസ്, ഒരു പിതാവ് കുഞ്ഞിനോടുക്കുന്ന പ്രോമിസ്. മോനെ, ഇന്ന് എനിക്ക് നിനക്ക് ചോക്കോബോർ വാങ്ങിത്തരാനുള്ള പൈസ ഇല്ല, ഞാൻ നെക്സ്റ്റ് 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഒരു പ്രോമിസ് കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് തന്റെ കണ്ണുനീരെല്ലാം തുടച്ച് അപ്പനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നത് പോലെ ഇന്ന് രാത്രി നമുക്ക് കർത്താവിന് ചുംബനം കൊടുക്കാം. എങ്ങനെയെന്നറിയാമോ? വിശ്വസ്തയോടെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല. അതല്ല ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറയുന്നത്. ഈ ലോകം നമ്മെ കൈവിടും കേട്ടോ. ഈ ലോകം നമ്മെ ഒറ്റിക്കൊടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഈ ലോകത്തുള്ള എല്ലാവരും നമ്മെ ചിലപ്പോൾ സൗന്ദര്യത്തിൽ ആഗ്രഹിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ സമ്പത്തിന്റെ പിന്നാലെ പോകുന്നവരായിരിക്കും, ചിലപ്പോ ഹല്ലേലൂയ ആരോഗ്യത്തിന്റെ പിന്നാലെ ആയിരിക്കും, ചിലപ്പോ വസ്തുവകയുടെ പിന്നാലെ ആയിരിക്കും, ചിലപ്പോ നിന്റെ വാചാതുര്യമായിരിക്കാം, ചിലപ്പോ നിന്റെ നോട്ടമായിരിക്കാം, ചിലപ്പോ നിന്റെ നടത്തയായിരിക്കാം. ഇതെല്ലാം ഒരു സമയം നിശ്ചലമാകുമ്പോൾ അവരെല്ലാം കൈവിട്ടേച്ചു പോകും. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്നെ ഞാൻ ഒരു നാളും കൈവിടില്ല. അതോ ഏറ്റവും ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാ പറയുന്നു, നിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, മുഴങ്കാലിരിപ്പുണ്ടല്ലോ, അതിന് മറുപടി ആകാനുള്ള സമയമായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ മൗനമായിരിക്കുക, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടില്ല. ചിലപ്പോൾ കണ്ണുനീരായിരിക്കും രാത്രി യാമങ്ങളിൽ നിന്റെ കിടക്കയിൽ ഒഴുക്കുന്നത്. അടുത്തിരിക്കുന്ന ഭർത്താവിന് പോലും അറിയാതെ നീ ഞെരുങ്ങുന്ന വിഷയമുണ്ടായിരിക്കും. ചിലപ്പോൾ ഭാര്യയ്ക്ക് പോലും അറിയാതെ ഞെരുങ്ങുന്ന വിഷയമുണ്ടായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്ത്, ഏതൊക്കെ കുടുംബത്തിനകത്ത് ഈ രാത്രി ഇറങ്ങി നിൽപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ. എന്താണ്? നീ നല്ല ഉറപ്പുള്ളവനായി. പലപ്പോഴും ഉറപ്പിന് പലപ്പോഴൊക്കെ ചില അയവ് സംഭവിക്കാറുണ്ട്. ആമേൻ. അത് വേറെ ആർക്കും അല്ല കേട്ടോ. എന്തെന്നറിയാമോ? വിശ്വാസത്തിൽ അയവ് സംഭവിക്കുന്നത് തികച്ചും നമ്മൾ വിട്ടിറങ്ങിയെങ്കിൽ വിട്ടിറങ്ങിയതായിരിക്കണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീട്ടിനകത്ത് കയറുമ്പോൾ വലത്തെ കാല് വച്ചേ കയറാകൂ. ഒരാളിനുള്ള വെള്ളം കൊടുക്കുമ്പോൾ വലത്തെ കൈയിലേ കൊടുക്കാവൂ, വലത്തെ കൈ കൊണ്ടേ കൊടുക്കാവൂ. വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ സ്തോത്രം, ഒരാൾ പശുവിനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകത്തില്ല. എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റു സാധനം വിളിക്കുമല്ലോ, ഓ സത്യം, അത് സത്യമായി. ഇതൊക്കെ പൈശാചികമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം പൈശാചിക തന്ത്രങ്ങളാണ്. അത് അവിടെ ഇരുന്ന് വിളിച്ചോട്ടെ. ഒരു കാക്ക വന്ന് വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ പറയും, ഇത് ഇപ്പോൾ വരും മറ്റാൾ, ആരാന്തോ. അപ്പോഴും ഒരുത്തം പറയും, ആ പിരിവാറിനായിരിക്കും വരാൻ പോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വാതിലും പൊട്ടിയിരിക്കുക. ഇതൊക്കെ പൈശാചികമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പൈശാചിക മണ്ഡലമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത് വീട്ടിനകത്തോട്ട് പുതിയ വീട്ടിൽ കയറുമ്പോൾ വലത്തെ കാല് വെച്ച് കയറിയില്ലെങ്കിൽ പിന്നെ അവിടെ എന്തോ പ്രശ്നം ഉണ്ടാകും. വിളക്ക് കത്തിച്ച് വെച്ച് അണഞ്ഞു പോയി കഴിഞ്ഞാൽ പറയുമോ എല്ലാം പോയി തീർന്നു, ഇനി നാരായണത്തെ കല്ലും കണ്ടെന്ന്. ഇതൊക്കെ പഴഞ്ചൊല്ലുകളാണ്. നമ്മൾ വിട്ടുവന്നതാ, നമ്മെ പിന്തുടരുത്. ആമേൻ. ഇന്ന് രാത്രി ഒരു ദൂതൂടെ ഞാൻ പറയാം. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചോ, ഇപ്പോൾ വായിക്കണ്ട, പിന്നെ വായിച്ചോ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം നിങ്ങൾ പഠിക്കണം കേട്ടോ. നിങ്ങൾ 4-ാം അധ്യായം പഠിക്കുമ്പോൾ യേശു യോർദാനിൽ സ്നാനപ്പെട്ട് കയറിയപ്പോൾ യോർദാനെ യേശു വിട്ടു, പക്ഷെ യോർദാൻ യേശുവിന് വിട്ടില്ല. കാരണം പറയാം. ഉപവസിച്ച് സ്തോത്രം, ആ സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത് കർത്താവ് ഉപവസിച്ച് എവിടെയെന്നറിയാമോ? കാട്ടുമൃഗങ്ങളുടെ ഇടയിലാണ്. ഒരു സ്വസ്ഥതയില്ലാത്ത കാട്ടുമൃഗങ്ങൾ ഒറ്റപ്പെട്ട്. ദൈവപൈതലേ, സ്നാനപ്പെട്ട് കയറുമ്പോൾ നീ ഞാനും ഒറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഒറ്റപ്പെടും. നമ്മൾ ഒറ്റപ്പെടും. അനുഭവത്തോടെ പറയുന്നത് ഒറ്റപ്പെട്ട് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഈ വചനത്തെ നീ ഉപേക്ഷിക്കരുത്. ഇതിനെ പിടിച്ച ഒരു നേരത്തെ ആഹാരമില്ലെങ്കിലും 2 നേരത്തെ ഭക്ഷണം ഉരുട്ടിക്കഴിക്കാനില്ല, കോരിക്കുടിക്കാനേ ഉള്ളുവെങ്കിലും അതിൽ നീ തൃപ്തിപ്പെട്ടാൽ ഞാൻ ഒരു നാളും കൈവിടില്ല എന്ന് പറഞ്ഞ ഒരു ദൈവം നമ്മുടെ നടുവിൽ ഇന്ന് രാത്രി ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു കുയിൽ വന്നിരുന്ന് കൂവിക്കഴിഞ്ഞാൽ പറയും, ഓ അത് കൂവുന്ന കൂവൊക്കെ കണ്ടോ? ആമേൻ. അടുത്ത് പറയും, അതിൻ്റെ വായിൽ ഉപ്പ്. ഇതൊക്കെ പറഞ്ഞ് അതിനെ ഓട്ടിച്ച്
അതിനെ എറിഞ്ഞ് അതിൻ്റെ കാല് ഒടിച്ചല്ലാതെ ഇന്നത്തെ പെന്തക്കോസുകാർ സ്വസ്ഥത പ്രാപിക്കത്തില്ല. സ്തോത്രം. കാരണം എന്നറിയാമോ? ഇതെല്ലാം വരുന്നത് അടിമത്വത്തിൽ നിന്ന് വന്നപ്പോ വിട്ടിട്ട് വരാത്ത പലതും ഇന്നും കിടപ്പുണ്ട് പുറകാലെ. പ്രാർത്ഥിച്ചെണീക്കുമ്പോ, പ്രാർത്ഥിച്ചുകൊണ്ട് ദൂത് പറയുമ്പോ ഒരു പല്ലിയോ ഒരു പാറ്റയോ ചലച്ചു കഴിഞ്ഞാൽ പറയും ആ ദൂത് കറക്റ്റാ. ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ പഴുതാരകള്. ചിലതൊക്കെ സ്തോത്രം നമ്മൾ അറുത്ത് കഴിക്കുന്നത് ഇരുന്നും കൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകരുത് കേട്ടോ. ഇന്ന് രാത്രി നിങ്ങളൊന്നും മറന്നു പോകരുത്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആരോടൊക്കെയോ പറയുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടേ മതിയാകൂ. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയും കുഞ്ഞുങ്ങളെ നൂല് കെട്ടണം. ശരി, നൂല് കെട്ട്. അരിയുടെ പുറത്ത് തലകുത്തനല്ലോ, നിർത്തി നൂല് കെട്ടണം. തലകുത്തനല്ല, നിർത്തി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചിലയിടത്തൊക്കെ പിള്ളേരെ നൂല് കെട്ടണം കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. ആകപ്പാടെ നീക്കോലി പോലെയുള്ള ഇച്ചിരിയുള്ള പിള്ളേരെയൊക്കെ അരിയുടെ പുറത്തെടുത്ത് നിർത്തിയാണ് നൂല് കെട്ടുന്നത്. സ്തോത്രം. വേറെ ആരുമല്ല, കർത്താവിനെ അറിയാവുന്നവരാ. ഇന്ന് രാത്രി പഴയതൊക്കെ വിട്ടോളണം. എല്ലാം വിട്ട് സ്തോത്രം മുമ്പിലോട്ട് വാ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ പൈതലേ, പലതും വിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴാ തമ്പുരാൻ നമ്മുടെ കൂടെ ഇറങ്ങി വരുന്നത്. ഞാൻ നിന്നെ ഒരു നാളും എന്ന് പറഞ്ഞാൽ ഒരു നാളും ആ പ്രോമിസിന് മാറ്റമില്ല. മാറ്റമില്ലാത്ത ഒരു പ്രോമിസാണ് ഇവിടെ കർത്താവ് നമുക്ക് തരുന്നത്. നോക്കിക്കേ, 2-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം പഠിക്കുമ്പോഴും 2:1 സ്തോത്രം നമ്മൾ വായിക്കുമ്പോഴും 2:10 വായിക്കുമ്പോഴും 2:15 വായിക്കുമ്പോഴും സ്തോത്രം 2-ാമത്തെ അധ്യായത്തിന്റെ 18, 2-ാമത്തെ അധ്യായത്തിന്റെ 21 ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന കുറച്ച് മാർമിക സത്യമുണ്ട് കേട്ടോ. സ്തോത്രം. വായിച്ചാട്ടെ. 2-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ എന്താണ് സ്തോത്രം അവിടെ വായിച്ചത് എന്ന് നമുക്ക് നോക്കാം. 2:1 ഒന്ന് വായിച്ചേ. യോശുവയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. പിന്നെ കയറിയവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കുറിവാക്യം എന്ന് പറഞ്ഞാൽ യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്ത വിഷയം. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ചിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും യെരിഹോ പട്ടണവും നോക്കി വരുവീനെന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രാഹാബ് എന്ന പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. അവർ പോയി പാർത്തത് വേശ്യയുടെ വീടെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അവിടെ ബോർഡൊന്നും വച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഏത് വീടിലെ ലൈറ്റ് കിടക്കണമോ അത് ആ പട്ടണത്തിൽ യെരിഹോവിൽ ഈ രാഹാബിന്റെ വീട്ടിൽ മാത്രമാണ് വെളിച്ചം ഉദിച്ചു കിടക്കുന്നത്. ഏത് രാത്രിയിലും അവിടെ സ്വാഗതമാ. ഹല്ലേലൂയ. എന്നാൽ ഒന്ന് ചിന്തിക്കണം, ഈ വേശ്യയുടെ വീട്ടിനകത്ത് ഓടിക്കേറിയ യോശുവയും കാലേബും അതിനകത്ത് ഓടിക്കേറിയപ്പോൾ അവരെ കിളിവാതിൽ കൂടെ സുരക്ഷിതമായി പുറത്തിറക്കി വിട്ട ഒരു വ്യക്തിയാണ് രാഹാബ് എന്ന് പറഞ്ഞ വ്യക്തി. മറന്നു പോകരുത്. അടുത്ത ദൂതിലേക്ക് ഞാൻ വരുന്നു. ഈ യെരിഹോവിന്റെ പട്ടണം ഇടിച്ചു പൊളിക്കാൻ സ്തോത്രം യേശു കർത്താവിന്റെ കാലഘട്ടത്തിലേക്ക് യോശുവ വന്ന വരവിൽ യോശുവ വന്നിട്ട് പറയുകയാണ്, ആ ഒരു വീട് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ വീടും ഇടിച്ചു പൊളിക്കണം. അത് ഏത് വീടെന്ന് അറിയണ്ടേ? രാഹാബ് എന്ന വേശ്യയുടെ വീട്. അവളുടെ വീട് മാത്രം നീ പൊളിക്കരുത്. ഇന്ന് രാത്രി ഒരു ദൂത് പറയാം കേട്ടോ. പഴയതായി കിടക്കുന്ന എല്ലാം കുത്തിപ്പൊക്കി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിന്നെ മ്ലേച്ഛമായി കരിവാരി തേച്ച് നിന്നെ നാണം കെടുത്തുന്ന സ്തോത്രം നിന്നെ കോമാളിയാക്കുന്ന, നീ വിട്ടത് പലതും നിന്നെ പുറത്തു കൊണ്ടുവന്ന് അവൻ ഇങ്ങനെ ഉള്ളവനാ അവൾ ഇങ്ങനെ ഉള്ളവളാ എന്ന് പറഞ്ഞ് മുദ്ര വയ്ക്കുന്ന മുദ്രകളെ ഇന്ന് രാത്രി കർത്താവ് പൊട്ടിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ശമനപരഗതുനി വൈഡകരഗതനാകര. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യോശുവ പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ബാക്കി യെരിഹോവിന്റെ കോട്ട മതിൽ തകർന്നു വീണു. ബാക്കി എല്ലാം നിങ്ങൾ വീടുകളും ഫ്ലൈറ്റുകളും കംപ്ലീറ്റും
അടിച്ചു പൊളിച്ചു കളയുമ്പോഴും ഒരു വീടിന് ഒരു പൊടി പോലും അതിലേക്ക് പോയി വീഴരുത്. അതിന്റെ ആത്മിക ആഴത്തിലേക്ക് ഞാൻ വരാം. ഇന്ന് രാത്രി ആ ദൂത് ഇങ്ങനെയാണ് ഞാൻ വ്യാഖ്യാനിക്കാൻ ദൈവാത്മാവ് എന്നോട് പറയുന്നത്. ദൈവദാസന്മാർക്ക് വേണ്ടി നീ വീട് തുറന്നു കൊടുത്തത് കൊണ്ട്, ദൈവദാസന്മാർക്ക് വേണ്ടി നീ നിന്റെ ബെഡ്റൂം മാറ്റിക്കൊടുത്തത് കൊണ്ട്, ദൈവദാസന്മാർക്ക് വേണ്ടി നീ നിന്റെ ബെഡ്റൂം കാലിയാക്കി കൊടുത്തത് കൊണ്ട്, അവർക്ക് നീ രാപ്പാർക്കാൻ അവരുടെ ജീവനെ നീ രക്ഷിച്ചത് കൊണ്ട്, അവർക്ക് മറുവിലയായി നീ ആമേൻ അവരുടെ മുൻപിൽ നിൽക്കപ്പെട്ടത് കൊണ്ട്, നിന്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ കർത്താവ് കണക്കിടാതെ ദൈവം നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടിയും ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ വീട്ടിൽ ദൈവദാസന്മാർ വരുമ്പോൾ ഒരു നേരത്തെ ആഹാരം നീ കൊടുത്താൽ ദൈവം നിന്നെ മറക്കത്തില്ല. അവർ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവർക്ക് നിന്നെ ഉള്ളത് കൊടുത്തു വിട്ടാൽ ദൈവം ഒരിക്കൽ നിന്നെ കടക്കാരനല്ല. അവർ പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഇന്ന് രാത്രി അതിനകത്തുള്ള പലിശയും കൂട്ടുപലിശയും ആമേൻ എല്ലാം കൂടെ ചേർത്ത് രാഹാബിന് തമ്പുരാൻ ഒരു വിടുതലയച്ചു. ഹല്ലേലൂയ. ഈ ശാപത്തെ അഴിപ്പാൻ ഒരുത്തൻ അവിടെ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞേ, നിന്റെ ജീവിതത്തിലേക്ക് ചില തുരുമ്പ് പിടിച്ചു കിടക്കുന്ന ചില മ്ലേച്ഛമായ ചില ചിന്താമണ്ഡലങ്ങളെ ഇന്ന് രാത്രി തമ്പുരാൻ അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. ആരുടെയൊക്കെയോ ജീവിതം, കഴിഞ്ഞ കാല ജീവിതങ്ങളെ വലിച്ചു പുറത്തിട്ടിട്ട് നീ ഇപ്പോ നല്ല ആത്മീയമായി നടക്കുകയാണോ, നിനക്ക് എന്ത് യോഗ്യത എന്ന് ചോദിക്കുന്നവരുടെ മുൻപില് തുറക്കപ്പെടുന്നൊരു സ്വർഗം ഇന്ന് രാത്രി ഇറങ്ങുന്നെന്ന് പറഞ്ഞാൽ ഈ രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ചിലരുടെ കുടുംബത്തിനകത്ത് വലിച്ചഴക്കുന്ന നിന്നാ വിഷയങ്ങളെ ഇന്ന് രാത്രി തമ്പുരാൻ ചില പട്ടണങ്ങളിൽ ഇറങ്ങുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഈ ദൈവം വിശ്വസ്തന, ഈ ദൈവം വിശ്വസ്തന. ചില കുടുംബത്തിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇറങ്ങി നിൽക്കുകയാ. ഹല്ലേലൂയ. നീ സ്നാനപ്പെട്ടിട്ടും ആ പേര് മാറിയില്ല. ഓ, നീ അഭിഷേകം പ്രാപിച്ചിട്ടും ആ പേര് മാറിയില്ല. നീ കുടുംബസ്ഥനായി അനുഗ്രഹത്തോടെ ജീവിച്ചിട്ടും ആ പേര് മാറിയില്ല. എങ്കിൽ ഇന്ന് രാത്രി നിന്നെ ഓർക്കുന്ന ഒരു സ്വർഗമുണ്ട്. എന്താ രാഹാവേ, എന്തിനാ നിനക്ക് വേണ്ടി ഇത്രയും ഓർക്കുന്നത്? നീ ആ വീട് തുറന്ന് അഭിഷക്തന്മാർ കൊടുത്തത് കൊണ്ട്, യോശുവയ്ക്ക് വേണ്ടി കൊടുത്തത് കൊണ്ട്, കാലേബിന് വേണ്ടി കൊടുത്തത് കൊണ്ട്, അഭിഷക്തന്മാർക്ക് വേണ്ടി നീ നിന്റെ റൂം തുറന്നിട്ട് കൊടുത്തത് കൊണ്ട്, നീ അഭിഷക്തന്മാർക്ക് വേണ്ടി കരുതിയത് കൊണ്ട്, നീ അഭിഷക്തന്മാർക്ക് വേണ്ടി ആമെ കാവലിരുന്നത് കൊണ്ട്, അഭിഷക്തന്മാർക്ക് വരുന്ന നിന്ദകളെ നീ ഏറ്റെടുത്തത് കൊണ്ട്, അഭിഷക്തന്മാർക്ക് വരുന്ന വേദനകളെ നീ ഏറ്റെടുത്തത് കൊണ്ട്, അഭിഷക്തന്മാർക്ക് വരുന്ന ആമെ പരിഹാസത്തെ നീ മനഃപൂർവ്വമായി ഏറ്റെടുത്തത് കൊണ്ട്, അഭിഷക്തന്മാർക്ക് വരുന്ന ആമെ മുറിപ്പാടുകളെ നീ ഏറ്റെടുത്തത് കൊണ്ട് ഇന്ന് രാത്രി ആരോടൊക്കെ പറയുന്നു, നീ ഭാഗ്യവാനാ. ആമേൻ. രാഹാബ് എന്ന വ്യക്തിയുടെ പേര് വേദപുസ്തകത്തിനകത്ത് വരാൻ കാരണമാണ് ഞാൻ പറഞ്ഞത്. നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം കടക്കാരനല്ല. രാഹാബിന്റെ നിങ്ങൾ പഠിച്ചു നോക്ക്, ഇസ്രായേൽ ചരിത്രം നിങ്ങൾ പഠിക്കുക, നിങ്ങൾ യെരിഹോവിന്റെ ചരിത്രം പഠിച്ചു നോക്ക്. അവിടെ ഒരു കുരുടനുണ്ട്, കുരുടൻ. അവൻ മനഃപൂർവ്വം കുരുടനായതല്ല, അവനെ കുരുടനാക്കിയതാ. ശമനപരഗതുനി. ഒരു കുരുടൻ അവിടെ ഉണ്ടായിരുന്നു. ആമേൻ. പിറവിയിലെ കുരുടനല്ല അവൻ. അവന് ഈ യെരിഹോ പട്ടണത്തെ കുറിച്ചുള്ള സകല രഹസ്യങ്ങളും കണ്ണുകൊണ്ട് കണ്ട കുരുടൻ. ആമേൻ. അവന്റെ കണ്ണിനെ മനഃപൂർവ്വമായി കുത്തിപ്പൊട്ടിച്ച് അവിടെ ഭിക്ഷയെടുക്കാൻ ഇരുത്തിയ കുരുടൻ. ഹല്ലേലൂയ. യോശുവ പട്ടണം പിടിച്ചെടുക്കാൻ വരുമ്പോഴും ആ കുരുടൻ അവിടെ ഉണ്ട്. അവന് എല്ലാം അറിയാമായിരുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ, ചില വൈകല്യങ്ങൾ വലിയ അത്ഭുതങ്ങളിലേക്ക് വരും, ചില കുറവുകൾ വലിയ സംഭവങ്ങളിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നീ ഭാരപ്പെടേണ്ട. കേട്ടോ, ദൈവത്തിന്റെ പ്രവൃത്തി യെരിഹോവിന്റെ തെരുവീതിയിൽ മാത്രമല്ല. ദൈവത്തിന്റെ മഹത്വം ആർക്ക് മനഃപൂർവ്വമായി ദൈവദാസന്മാർക്ക് വേണ്ടി
കരം തുറന്നിട്ടുണ്ടോ, അവരെ ഒന്നും ദൈവം കൈവിട്ടിട്ടില്ല കേട്ടോ, കൈവിട്ടിട്ടില്ല കേട്ടോ. ഇന്നത്തേക്ക് ഇന്ന് രാത്രി നിനക്ക് പറയാനുള്ളത് ഒത്തിരി കെട്ടുകഥകളും പഴങ്കഥകളും ഒത്തിരി പറയാനുണ്ട്. പക്ഷെ എനിക്കൊന്ന് പറയാനുണ്ട്, അതൊന്നും ദൈവത്തിന് വേണ്ട. ഇപ്പോ പിടിച്ചത് എന്തുണ്ട്? ഇന്ന് നീ എന്ത് പ്രാപിച്ചു? ഇന്നെന്താ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയത്? ഇന്നെന്താ ദൈവത്തോട് നീ ചോദിച്ചത്? അത് തരാൻ എൻ്റെ അപ്പൻ ശക്തനാണ്. ഹല്ലേലൂയ. അവൻ പറയുന്നു, ഞാൻ ഇതിനെ ഒരു നാളും കൈവിടുകയില്ല, പിന്നെന്താ, ഉപേക്ഷിക്കുകയുമില്ല എന്നവൻ തന്നെ അരുളി ചെയ്തുവല്ലോ. വേറെ ആരെ കൊണ്ടും പറഞ്ഞതല്ല കേട്ടോ, നിനക്ക് വേണ്ടി അരുളി ചെയ്ത ഒരുത്തനുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, ഒരു നാളും കൈവിടാത്തൊരു ദൈവം. ഹല്ലേലൂയ. ഈ പട്ടം പറത്തിയിട്ടുണ്ടോ ആരെങ്കിലും? പട്ടമൊക്കെ പറത്തിയിട്ടുണ്ടോ? 2 വാലൊക്കെ നീട്ടി 2 ചെവിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ആകപ്പാടെ 3 ഈർക്കിലൊരു പട്ടമൊക്കെ ഉണ്ടാക്കി പണ്ടൊക്കെ ഞങ്ങൾ പട്ടം പറത്തുമായിരുന്നു. എന്ത് രസമായിരുന്നു അറിയാമോ? ഇത് എത്രത്തോളം ഉയർന്നു പോകുമോ അത്ര ഉയർന്നു പൊങ്ങിയ ശേഷം ഈ നൂലിനകത്തൂടെ ഒരു ബ്ലൈഡ് കയറ്റിങ് വിടും. ഇത് ബ്ലൈഡ് നേരെ കറങ്ങി ഏറ്റവും മുകളിൽ പട്ടത്തോട് എത്തിയിട്ട് അവിടെ നിന്നത് നല്ല കറങ്ങും. എന്നറിയാമോ? ഇത് കറങ്ങുമ്പോൾ ഈ പട്ടം പൊട്ടി അങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ചില പിള്ളേർ പറയും, അയ്യോ പട്ടം പൊട്ടിപ്പോയല്ലോ. എടാ, പൊട്ടിപ്പോയതല്ല, ഞങ്ങൾ മനഃപൂർവ്വം പൊട്ടിച്ചതാ. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് ആ ഉപമയെ കൂടെ പറയുക, ശത്രുവേ, ആമേൻ, ആരും പൊട്ടിച്ചതല്ലടാ, ഞങ്ങൾ പലപ്പോഴും ഏൽപ്പിച്ചു കൊടുത്തതാ. പ്രൈസ് ദി ലോർഡ്. ആത്മീയത്തിലേക്ക് ഞാൻ വരാം, ഞാൻ യേശുവിലേക്ക് വരാം, എന്റെ അപ്പനിലേക്ക് ഞാൻ ദൂത് കൊണ്ടുവരികയാ. ഒരാനയെ ഒരിക്കലും ഒരു ആട്ടുകുട്ടിക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. 7 കോടതിയിൽ മാറി വിധിച്ചിട്ടും യേശുവിന്റെ കുറവ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. തലയോട് ഇടമെന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോഴും കുറവിനെ കണ്ടുപിടിക്കാൻ ഒരുത്തരും കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, എല്ലാം പറഞ്ഞപ്പോഴും മിണ്ടാന്നതിന്റെ കാര്യം എന്നറിയാമോ? ഒറ്റ കാര്യമേ പറഞ്ഞോളൂ, യഹൂദന്മാരുടെ രാജാവാണോ? അതെ. ഒരാനയ്ക്ക് ഒരാട്ടുകുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ? നോ, കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ നിവർത്തിയാകാൻ വേണ്ടി സകലതും ഏൽപ്പിച്ചു കൊടുത്തു. നിവർത്തിയ എന്ന് പറഞ്ഞ ഒരേ ഒരു മഹാത്മാനേ ഉള്ളൂ. അത് ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു അപ്പച്ചനല്ലാതെ ഈ ഭൂപരപ്പിൽ നിനക്കും എനിക്കും വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തത്. ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ചത് ഇങ്ങനെയാ, കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ അവർ ഭസ്മമായി പോയേനെ. കർത്താവ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അവർ ചാരമായി പോയേനെ. പക്ഷെ അവിടെ ദൈവനീതി വെളിപ്പെടുത്തുവാൻ എനിക്കും നിനക്കും സംഭവിക്കാനുള്ളത് കർത്താവ് ഒറ്റയ്ക്ക് ഏറ്റെടുത്തത് കൊണ്ട്, സഹോദര, സഹോദരി, പിതാവേ, മാതാവേ, അഭിഷക്തയെ, കുഞ്ഞെ, നിനക്ക് വേണ്ടി ഇന്ന് രാത്രി പക്ഷപാതം ചെയ്യുന്ന ഒരുത്തൻ ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം. ദൈവത്തിന് കഴിയാത്തത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ബഹുരാകാശത്തിലേക്ക് ഒരു സഹോദരനും സഹോദരിയും കൂടെ പോയില്ലേ? നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാ. ആമേ, എത്ര ദിവസത്തേക്കാ പോയത്? വേറെ ഒരാഴ്ചത്തേക്കല്ലേ പോയത്, അല്ലേ? ഒരാഴ്ചത്തേക്ക് എത്ര മാസം അവിടെ ഉണ്ടായിരുന്നു? 9 മാസം. നോക്ക്, ആമേ, പോകാൻ താല്പര്യമുണ്ടോ? എങ്കിൽ അടുത്ത ഫ്ലൈറ്റ് ഉടനെ ഉണ്ടെന്നാ പറയുന്നേ. ഹല്ലേലൂയ. അവരവിടെ കുടുങ്ങി കിടന്നെങ്കിലും പ്രാണന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തെന്നറിയാമോ? തെളിയിച്ചു. നിനക്ക് ഒരു മനുഷ്യൻ കഴിയത്തില്ലേ? കഴിയും. അവരെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരാൻ അടുത്ത് വേറൊരു ബാച്ച് പോയി. അവരും അവിടെ ഇറങ്ങുന്ന ദൃശ്യം ഞാനും നിങ്ങൾ കണ്ടതാ. അപ്പോൾ അതിനകത്തൊരു ക്യാമറക്കാരനും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. സ്റ്റുഡിയോയിൽ നിന്ന് വരെ ആൾക്കാരെ കൊണ്ടുപോയി ഇറക്കിയെങ്കിൽ ഇന്ന് രാത്രി എന്റെ കർത്താവ് ആരാ? ഹല്ലേലൂയ. ഇനിയുള്ള ആരാധന, പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെയുള്ള ആമേൻ സ്തോത്രം സ്ഥലത്തൊക്കെ വെച്ചായിരിക്കും ഇനിയുള്ള ആരാധനകൾ വെളിപ്പെടുന്നത്. ബഹുരാകാശത്ത് വരെ ഇനിയിപ്പോ വരുന്ന കാലങ്ങളിൽ സഭകൾ സ്ഥാപിക്കും.
ഭാഗ്യോടെ നമുക്ക് പോയി ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേ, ഇന്നേ ബുക്ക് ചെയ്ത് നമുക്ക് ഒരുമിച്ച് പോകാം. ചന്ദ്രനിലേക്ക് ആരാധന തുടങ്ങാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. സ്ഥലം വാങ്ങിച്ച് പള്ളി വയ്ക്കാൻ പോകുക. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. വേണ്ടാന്ന് പറഞ്ഞാൽ വിറ്റിട്ട് വരാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? കേവലം ഇടുക്കി കിടന്ന് കറങ്ങാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്? ഇല്ല, നമ്മുടെ വിഷൻ വലുതാ കേട്ടോ. നമ്മുടെ വിഷൻ വലുതാ. ചെറിയ വിഷനായിട്ട് കാണരുത്. നമ്മുടെ വിഷൻ വലുതായിട്ട് കാണണം. അപ്പോഴാ ദൈവത്തെ നമ്മൾ പ്രവർത്തിക്കാനുള്ളത്. ഇന്ന് രാത്രി നിങ്ങൾ ചെറുതല്ല കേട്ടോ. നിങ്ങളിരിക്കുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ്, അത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ ചെറിയ കണ്ണുകൊണ്ട് കാണുന്നത് ചെറിയ കാഴ്ചയാണോ? അല്ല, വലിയ വിഷനല്ലേ. ആമേ, നിനക്ക് വലിയൊരു വിഷനുണ്ട്, വലിയൊരു ദർശനമുണ്ട്. ഒരു ദർശനക്കാരിയാ നീ. അങ്ങനെയെങ്കിൽ ദർശനത്തിൽ ഇന്ന് രാത്രി അത് സമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വാക്യത്തിലേക്ക് വരാം. ആവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. എടുത്തെങ്കിൽ ശക്തമായി ഒന്ന് വായിച്ചു. ഒരു മനുഷ്യന് നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല. അവരുടെ ദേവപ്രതിമകളെ തീയിലിട്ട് ചുട്ടുകളയണം. നീ വശീകരിക്കപ്പെടാതിരിക്കാൻ അവയിന്മേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ച് എടുത്തുകൊള്ളരുത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ അവിടെ നമ്മൾ വായിച്ചത്? 7-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ തൻ്റെ ദാസനായിരിക്കുന്ന മോശ തൻ്റെ ജനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വലിയ ഒരു പ്രോമിസ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് ചെറുതൊന്നും അല്ല കേട്ടോ. ദൈവം പറയുന്ന എല്ലാം വലിയ പ്രോമിസാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവഭക്തൻ പറയുന്നത് അനുസരിച്ചാൽ, അവിടെ എടുക്കരുതെന്ന് പറഞ്ഞാൽ നീ എടുക്കരുത്. എന്തിനാ അതിന്റെ പറഞ്ഞാലേ പോകുന്നേ? തമ്പുരാൻ പറയുന്നത് വേണ്ട, ഞാൻ നിന്നെ പുലർത്താം, ഞാൻ നിന്നെ നോക്കാം എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ അവിടെ വേറെ നോക്കാനൊന്നുമില്ല. തമ്പുരാൻ എന്താ പറയുന്നത്? നിന്നോട് ഞാൻ പറയുന്ന കാര്യം നീ അനുസരിപ്പാൻ നീ മുമ്പിലോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാത്തത് നീ ചെയ്യരുത്, പറയുന്നത് നീ ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ പറയുന്നത് എന്താണ്? അവരുടെ ദേവപ്രതിമകളെ തീയിലിട്ട് എന്ത് ചെയ്യണം? ചുട്ടുകളയണം. ഇന്നും ചിലത് കൊണ്ടു നടക്കുകയാണ്. ഈ കൊണ്ട് നടക്കണ എല്ലാം ചുട്ട് കളയണം. ചുട്ട് തീയിലിട്ട് നല്ല ഫ്രൈ ആക്കി അങ്ങ് കളയണം. അടുത്തെന്താ പറഞ്ഞെന്നറിയാമോ? നീ വശീകരിക്കപ്പെടാതിരിപ്പാൻ. ആമേൻ. ഇപ്പോ നല്ല ഉത്സവം നടക്കുന്ന സമയമാണ്. അവിടത്തെ പൊരിയെ തിന്നാൻ കൊള്ളാവൂ. ചേട്ടാ, നമുക്കൊന്ന് ലൈറ്റ് കാണാൻ പോവാം. പൊരി, പിന്നെ അവിടെ ഉണ്ടാക്കുന്ന കുറെ എണ്ണപ്പലഹാരങ്ങൾ, ഇതെല്ലാം കൂടെ വാച്ച് കയറ്റി തിന്നിട്ട് പള്ളയും വീർത്തിട്ട്, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, എനിക്ക് ഭയങ്കര ജ്വരമാ. അവിടത്തെ തിന്നു, അവിടത്തെ ബലൂണെ വീട്ടിയിരിക്കൂ. ആമേൻ. അവിടത്തെ അവിലെ അന്ന് തിന്നു. ആമേൻ. അവിടത്തെ നെയ്യപ്പമേ അന്ന് തിന്നു. കാരണം ഇതെല്ലാം കൂടെ പൊരിച്ചടുക്കി തിന്നിട്ട് സ്തോത്ര കവിളും തള്ളി വയറും വീർത്ത് കണ്ണും മുഴപ്പിച്ച് പാസ് കിടക്കപ്പെടുത്തിയില്ല. രാത്രി മൊത്തം ബാത്റൂമിനകത്ത. എന്നിട്ടും പഠിക്കോ? എവിടെ? ആമേൻ. ദൈവം എടുക്കരുതെന്ന് പറയുന്നിടത്ത് പോയി എടുത്ത് വലിയ ബലൂണും വാങ്ങിക്കൊണ്ട് വീട്ടിനകത്ത് വച്ച് അതിനകത്തുള്ള ക്രിയകളും ചെയ്ത് ഇത് അമ്പലപ്പറമ്പിലും പൂരപ്പറമ്പിലും എല്ലാം കണ്ടതും കടിയതും വാങ്ങി തിന്ന് പെരുക്കി സ്തോത്രം. ഹല്ലേലൂയ. ഞായറാഴ്ച പള്ളിയിൽ പോലും വരാൻ കഴിയാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പറയാ, നീ നീ എന്ത് ചെയ്യരുത്? വശീകരിക്കപ്പെടാതിരിപ്പാൻ. സ്തോത്രം. അവയമേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ച് എടുത്തുകൊള്ളരുത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് എന്താകുന്നു? അറപ്പാകുന്നു. സഹോദരിമാര്, ജീൻസ് ഇടരുന്ന് ഉറപ്പായിട്ടും വേദോസ്തി പറഞ്ഞിട്ടുണ്ട്. അറിയണോ? വേദോസ്തിൽ വാക്യമുണ്ട്, ജീൻസ് ഇടരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആണുങ്ങളുടെ വസ്ത്രമാണ് ജീൻസ്.
അതിനെ എടുത്തു പിടിച്ച് സ്തോത്രം ഇതെനിക്കുള്ളതെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് വരും. എന്ന് രാത്രി പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുതെന്ന് ആവർത്തന പുസ്തകത്തിൽ എഴുതി വെച്ച് പിടിപ്പിച്ചിരിക്കുമ്പോൾ അതിനെ ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ അതെടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രമാണം നമ്മുടെ നടുവിൽ ഇന്ന് രാത്രി വിസ്തരിച്ച് കിടക്കുമ്പോൾ, നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ ഇന്ന് രാത്രി മറന്നു പോകരുത് കേട്ടോ. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 16 മുതൽ നിങ്ങൾ വായിക്കണ്ട. അതിന്റെ 16 മുതൽ നിങ്ങൾ വായിച്ചു വരുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെയും ജീവിതത്തിൽ ഇതുവിധം 16 മുതലുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങൾ വരപ്പെടുമ്പോൾ പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ എന്താ വായിച്ചിരിക്കുന്നത് നമുക്കറിയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ രാത്രി അതവിടെ വിടട്ടെ. ഇവിടെ പറയുന്നതാണ് തീയിലിട്ട് എന്ത് ചെയ്യണം? ചുട്ടുകളയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം 3-ന്റെ 3, 3-ന്റെ 11, 3-ന്റെ 12, 3-ന്റെ 15, 3-ന്റെ 16, 3-ന്റെ 16, 3-ന്റെ 18, 3-ന്റെ 12, 3-ന്റെ 19. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന സകല മാർമിക സത്യങ്ങളും അടങ്ങിയിരിക്കുന്ന ദൂതുകൾ. ഹല്ലേലൂയ. 3-ന്റെ ഉപ്പുകടൽ. ഹല്ലേലൂയ. 3-ന്റെ 16 പറയുന്നത് എന്താണ്? ഉപ്പുകടൽ. ഹല്ലേലൂയ. 3-ന്റെ 16 പിന്നെയും പറയുന്നു യെരിഹോ. ഹല്ലേലൂയ. സ്തോത്രം. 3-ന്റെ 16 പിന്നെയും പറയുന്നു ആദാം പട്ടണം. ഹല്ലേലൂയ. സ്തോത്രം. നോക്ക്. 3-ന്റെ 12 പറയുന്നു ഒരാൾ വീതം. ഇതെല്ലാം പറഞ്ഞ് ഫലിപ്പിച്ച് മുമ്പിലോട്ട് ജനത്തെ ഒരുക്കിക്കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 2-ന്റെ 15 പറയുന്നു രാഘാബ്. 2-ന്റെ 18 പറയുന്നു പ്രൈസ് ദി ലോർഡ് ചുമപ്പ് ചരട്. ഹല്ലേലൂയ. 2-ന്റെ 21 പറയുന്നു കിളിവാതിക്കൽ എന്ന് പറഞ്ഞാൽ യോശുവയും കാലേബിനെയും കൂടെ കിളിവാതിക്കൂടെ കടത്തിവിട്ടത്. 2 സ്തോത്രം. പ്രൈസ് ദി ലോർഡ് 21. എന്നാൽ 4:19, 4:3, 4:15 4-ന്റെ 3 ഇത് പറയുന്നു യോർദാൻ. പ്രൈസ് ദി ലോർഡ്. യോശുവ ഗിൽഗാൽ. ഇന്ന് രാത്രി ദൈവ പൈതലേ, ദൈവം നമുക്ക് 4-ന്റെ 20, 5-ന്റെ 3 ഈ രാത്രി യോശുവയുടെ പുസ്തകം അരിച്ചു പറക്കി ദൈവജനം പഠിക്കാൻ തയ്യാറാണെങ്കിൽ മുമ്പിലോട്ട് വാ. ഈ രാത്രി വചനത്തിന്റെ ഒരു ചാകര എന്ന് പറയുന്നത് പോലെ ഒരു അധ്യായത്തെ ഫുള്ളായിട്ട്, ഒരു പുസ്തകത്തെ നിങ്ങളുടെ മുൻപിൽ ഫുള്ളായിട്ട് വരച്ചു കാണിപ്പാൽ കൃപയിൽ ശരണപ്പെടുമ്പോൾ 5-ന്റെ 13, 5-ന്റെ 14 സ്തോത്രം. 5-ന്റെ 15 സ്തോത്രം. യെരിഹോവിന് സമീപം 5-ന്റെ 1 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 5-ന്റെ 16 7-ാം ദിവസം അവർ കാഹളമൂതുകയാണ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. 7-ാമത്തെ ദിവസം അവൾ കാഹളമൂതി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ 7 വട്ടം ചുറ്റി യെരിഹോവിന്റെ കോട്ട തകരുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 6-ന്റെ 17 പറയുന്നു ശാപം. അവിടെ കയറി ചെന്നത് ശാപകൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശപിക്കപ്പെട്ടത്, ശാപം വന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ശാപിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി 6-ന്റെ 20 പറയുന്നു ഹല്ലേലൂയ. അത്യുച്ചത്തിൽ അവർ ആർപ്പിടുമ്പോൾ 6-ന്റെ 20 അവരെന്ത് ചെയ്തു? അത്യുച്ചത്തിൽ ആർപ്പിട്ടു. 6-ന്റെ 17 മുതൽ 22, 24 വായിക്കുമ്പോൾ രാഘാബിന്റെ കുടുംബത്തെ പറ്റി അവിടെ വായിക്കുന്നു. നിങ്ങൾ മറന്നു പോരുത് കേട്ടോ. ആ കുടുംബങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം അത് ഒറ്റ ആളല്ല, അതൊരു സംഭവമാണ്. അതിനകത്ത് ഏകദേശം 14 പേരോളം ആ കുടുംബത്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ 14 പേരെയും രാഘാബിനെ അടക്കം 15 പേരെ ഒരുമിച്ച് മറവ് ചെയ്യാൻ പദ്ധതി ശത്രു ഒരുക്കിയപ്പോൾ യോശുവ പറഞ്ഞു ആ വീട് മാത്രം ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തിയത് ദൈവത്തിന്റെ വചനപ്രകാരം 6-ന്റെ 17, 22, 24. ആമേൻ. എന്താ ഇത്രയും വചനങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? 5-ന്റെ 12 ഒന്ന് വായിച്ച്. 5-ന്റെ 12
5:12 വരുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ആമേ സ്തോത്രം യോശുവയുടെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ ആമേ സ്തോത്രം ദൈവത്തിന്റെ മഹത്വം. ദൈവം മന്ന കൊടുക്കാൽ ദൈവം മന്ന മാത്രമല്ല കേട്ടോ, ദൈവം ജനത്തിന് എല്ലാം കൊടുത്തു. ആമേ സ്തോത്രം വെള്ളരിക്ക് കൊടുത്തു, ചുറ്റുള്ളി കൊടുത്തു. ആമേ സ്തോത്രം കൊത്തമ്പാലിന് പോലെ ഇരിക്കുന്ന തേൻകൂട്ടിയ ദോശ പോലെ ഇരിക്കുന്ന ആമേ മന്ന കൊടുത്തു. ആമേ സ്തോത്രം ഇറച്ചി കൊടുത്തു, കാടകളെ കൊടുത്തു, സകലത്തെയും ദൈവം കൊടുത്തു. പക്ഷെ ജനം എന്ത് ചെയ്യുന്നറിയാമോ? കിട്ടുന്ന സമയം മാത്രം സന്തോഷം. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും വേണ്ട. ദൈവത്തെ ആരാധിക്കണ്ട, പ്രാർത്ഥിക്കണ്ട, മുഴങ്ങാൽ മടക്കണ്ട. ആമേ സ്തോത്രം കേവലം ആമേ സ്തോത്രം ഞായറാഴ്ച ക്രിസ്ത്യാനിയെ പോലെ അവർ ഒതുങ്ങിക്കൂടുമ്പോൾ ഹല്ലേലൂയ ദൈവം പിന്നെയും അവർക്ക് കൊടുക്കാതിരുന്നില്ല. ദൈവം പിന്നെയും അവർ കൊടുക്കുവാനിടയിൽ 5:12 നമുക്ക് വരാം. അവിടെ എന്താ 5:12 വന്നപ്പോൾ അവിടെ വായിച്ചേ. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്കു പിന്നെ മന്ന കിട്ടിയതുമില്ല. ആ ആണ്ട് അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. അതെന്താ അവിടെ അങ്ങ് സംഭവിച്ചെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പിവാചത്തിൽ പറഞ്ഞു, ഇവർ കിട്ടുന്ന സമയം മാത്രമേ അവർ ആമേൻ സ്വന്തം ദൈവത്തെ അറിയൂ. അതിനുശേഷം അവർ ദൈവത്തെ എന്ത് ചെയ്യത്തില്ല, അവർ പ്രാർത്ഥിക്കത്തില്ല. പോരാ. എന്താ ശത്രുക്ക് മേശക്ക് അഭേദ്രകവും പറഞ്ഞ ദാനിയേൽ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. ആമേൻ. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. ഞങ്ങൾ ഈ പ്രതിമയെ, ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല എന്ന് പറഞ്ഞ് അവർ പ്രൈസലോ ഉറപ്പിച്ച് മുൻപിലോട്ട് വന്നപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു ഹല്ലേലൂയ മന്ന നിന്ന് പോയതിന് ഇന്ന് രാത്രി പുറത്ത് കൊണ്ടുവരാൻ എൻ്റെ ദൈവം സർവശക്തൻ. ഈ രാത്രി എന്തെങ്കിലും വരുമാനങ്ങൾ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ദൈവ പൈതലെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്ന് പോയ വരുമാനങ്ങൾ, നിന്ന് പോയ ചില സാമ്പത്തിക മേഖലകൾ, ആമേ അടയപ്പെട്ടു പോയ ഉപജീവന വഴികൾ, ആമേ അടയപ്പെട്ടു പോയ വിദ്യാഭ്യാസങ്ങൾ, അടയപ്പെട്ടു പോയ ചില ഉപജീവന മാർഗങ്ങൾ ഇന്ന് രാത്രി ദൈവം പറയുന്നു നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടത് അടഞ്ഞെങ്കിൽ മുഴങ്കാലിൽ നിൽക്കാൻ തയ്യാറാണോ എന്ന് രാത്രി. ഹല്ലേലൂയ സ്തോത്രം. ലിറ്റിക്കായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു പലതും ബ്ലോക്കായിരിക്കുന്നു മോളെ, പലതും ബ്ലോക്കായിരിക്കുന്നു. പലതും പേപ്പറുകളും വരാനുണ്ട്. പലതും ഇതാ കെട്ടിനകത്തുനിന്ന് പുറത്തെടുക്കുന്നത് പോലെ ദൈവാത്മാവെന്നെ കാണിക്കുന്നു. പലതും കെട്ടിനകത്ത് ഒതുക്കപ്പെട്ടതുപോലെ, പലതും നിങ്ങളുടെ ഭാവിക്ക് വിദൂരത്തിൽ യാത്രകളുള്ളത് പോലെ പലതും നിങ്ങൾക്ക് സഞ്ചരിപ്പാനുണ്ട്, പലയിടത്തും പോകുവാനുണ്ട്. പക്ഷെ ഒരു പേപ്പർ വരാനുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഇന്ന് രാത്രി നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? കിട്ടിയില്ലയോ? ലേറ്റായി പോകുകയാണോ? ആമേ സ്തോത്രം. ഒരു രജിസ്റ്റർ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു രണ്ടുപേരും മുഴങ്കാലിൽ നിന്നോ. പ്രാർത്ഥന കുറയ്ക്കരുത്. കേവലം ഒരു പെന്തക്കോസ്തിലേക്ക് വന്നതുകൊണ്ട് ഹല്ലേലൂയ എല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. വ്യവസ്ഥകളുണ്ട്. എന്ന രാത്രി മുഴങ്കാലിൽ നിൽക്കാൻ തയ്യാറാണോ? ഇവരാരും പ്രാർത്ഥിക്കാത്തവരല്ല. ഇവർക്ക് മന്ന നിന്നുപോയി. ഇവർ പിന്നെയും വേല ചെയ്യാൻ തുടങ്ങി. വേല ചെയ്യാതെ മന്ന കൊടുത്തു ദൈവം. വേല ചെയ്യാതെ അവർക്കെല്ലാം കൊടുത്തു. ആ മുടങ്ങിയിരുന്ന സകലം ദൈവം കൊടുത്തു. തീങ്കൽ പാറയുന്ന വെള്ളം കൊടുത്തു. അസാധ്യങ്ങളെ സാധ്യമാക്കി, മാറയെ മധുരമാക്കി. ആമേ പലതും ദൈവം അവർ കൊടുക്കുവാനിടയായി. ഇന്ന് രാത്രി പലതും സ്റ്റോപ്പായി നിൽക്കുന്നു പൈതലേ. ശമനപരകതുനി വൈഡകരാജകൽക്കനാദി. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ എന്നോട് പറയുക കേട്ടോ. രണ്ടുപേരും ഇന്ന് രാത്രി സ്തോത്രം പ്രൈസ് ദി ലോർഡ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കണം കേട്ടോ. ഒരു ദിവസം നിങ്ങൾ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാതിരിക്കരുത്. മുഴങ്കാലിൽ നിന്ന് നിങ്ങളുടെ റൂമുകൾക്കകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് മുമ്പിലോട്ട് യാത്ര ചെയ്യാൻ തീരുമാനത്തോടെ വരുകയാണെങ്കിൽ ഈ 2025 കഴിയും മുൻപേ നിങ്ങൾക്ക് വേണ്ടിയുള്ള വഴികളും വാതിലുകളും സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. യെസ്, ആത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടിയുള്ള ചില പേപ്പർ കെട്ടുകളെ വലിച്ച് തമ്പുരാൻ പുറത്തിടുകയാ. സ്തോത്രം. എനിക്കറിയില്ല ഇനി ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് വരാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഏതെങ്കിലും കിട്ടാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തൊക്കെയോ ചില മെമ്മകൾ നിങ്ങൾ ഒപ്പിട്ടു വാങ്ങുന്ന രജിസ്റ്റേർഡ് പോലെ ദൈവാത്മാവ് ഇന്ന് രാത്രി അങ്ങനെയുള്ള ചില അനുഗ്രഹത്തിൻ്റെ വാഴ്ത്തത്തുകൾ നിങ്ങൾക്ക് കൊണ്ടു കേട്ടോ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. മനുഷ്യൻ തള്ളിയെടുത്ത് ദൈവം ചേർത്ത് നിർത്തും.
ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ അറിഞ്ഞു വന്ന സമയത്ത് പലരും നമ്മെ ഒറ്റപ്പെടുത്തി കാണും. പക്ഷേ ദൈവം നിങ്ങളെ ചേർത്ത് നിർത്താൻ പോകുകയാ. സ്തോത്രം. താൻ ചേർത്ത് നിർത്തി അന്ത്യത്തോളം ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഉറപ്പ് തന്ന് പ്രോമിസ് തന്ന ദൈവം പറയുന്നു, ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ചില വഴികൾ അത് അഘോഷലമായ ചില വഴികളാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നു, ഇതാ വലിയതും വിശാലവുമായ ഒന്ന് നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക. ഹല്ലേലൂയ. അതിൽ കൂടെ നീ കടക്കണം. എന്ത് രാത്രി അല്പമേ പ്രാർത്ഥനയുള്ളൂ, ആയുസുള്ളൂ, എങ്കിലും നീ എന്ത് ചെയ്തു? എൻ്റെ വചനത്തെ മുറുകെ പിടിച്ചതുകൊണ്ട്, എൻ്റെ മാർഗത്തിൽ നടന്നതുകൊണ്ട്, എൻ്റെ സ്തോത്രം കാഴ്ചപ്പടിയിൽ നീ ഇരുന്നത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാതെ വിടത്തില്ല, നിന്നെ മാനിക്കാതെ വിടത്തില്ല. സ്തോത്രം. ആ പറഞ്ഞ ദൈവം, വാക്ക് പറഞ്ഞ ദൈവമാണെങ്കിൽ ഈ നാളുകളിൽ പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് ഈ രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഈ രാത്രി സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. നമ്മുടെ സബ്ജക്റ്റ് വിട്ടുപോകരുത്. 1 യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ചു. 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള സകല ന്യായപ്രമാണമൊക്കെയും പ്രൈസ് ദി ലോർഡ് അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും എന്ത് ചെയ്യും? നിശ്ചയമായി ഇരിക്കേണ്ടതിന് അത് അതിനെ വിട്ടിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നിരിക്കുന്ന ന്യായപ്രമാണം. എന്താ ന്യായപ്രമാണം? ഇപ്പോൾ നമ്മൾ പുതിയ വിശ്വാസികളാണ്. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. പക്ഷേ അന്നൊരു ന്യായപ്രമാണം ഉണ്ടായിരുന്നു. ജനത്തിന് കൊടുത്തത് ന്യായപ്രമാണമുണ്ടായിരുന്നു. ആ ന്യായപ്രമാണം അവരനുസരിച്ച് നടന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, ഈ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ആയിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി തുറക്കപ്പെടുന്നൊരു സ്വർഗമുണ്ടെങ്കിൽ ഈ രാത്രി ഇതിനകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ഹൃദയം വളരെ ഭാരത്തോടിരിക്കുന്ന, ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ എങ്ങനെ ചില കാര്യങ്ങൾ തരണം ചെയ്യുമെന്നിരിക്കുന്ന ചില കുടുംബങ്ങൾ ദൈവാത്മാവ് ഇന്ന് രാത്രി കാണിക്കുന്നു. എങ്ങനെ എൻ്റെ മകനെ പീസ് കെട്ടും, എങ്ങനെ എൻ്റെ വീട്ടിൽ ചില കാര്യങ്ങൾ ക്രമീകരിക്കും, എങ്ങനെ ഇന്ന് ചില കാര്യങ്ങൾക്ക് വേണ്ടി മുമ്പിലോട്ട് കടന്നു പോകും എന്ന് ചിന്തിക്കുന്ന ചില കുടുംബങ്ങളെ, ചില മനസ്സുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നീ നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇന്ന് രാത്രി ഇരിക്കുക എന്ന് പറഞ്ഞ് അവരെ ഒന്ന് ഉറപ്പിക്കുകയാ. നോക്കിക്കേ, സ്തോത്രം. 8-ാമത്തെ വാക്യം പറയുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള അത് നിന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്? നീങ്ങിപ്പോകരുത്. അതിനാൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തി സാധിക്കും, നീ എന്ത് ചെയ്യും? കൃതാർത്ഥനായിരിക്കും. 7-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 7-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, 7-1. ആമേൻ. 7-5, 7-5, 7-17, 7-25 നമ്മൾ വരുമ്പോൾ അവിടെ വളരെ ശക്തമായി ദൈവത്തിന്റെ ദാസൻ വ്യക്തമായി വിളിച്ചു പറയുന്ന ദൂതുകളാ. പ്രൈസ് ദി ലോർഡ്. 7-ാമത്തെ 21, 7-ാമത്തെ 25, 7-13, 7-12, 7-9, 7-8 ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കൂ. 7-18 വായിക്കൂ. ദൈവത്തിന് തീർന്നില്ല. 8-12, 8-10, 8-17. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന രാത്രി ദൈവ പൈതലേ, ആമേൻ. ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പോകുന്ന യാത്രയിൽ എത്ര പേര് മരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12,000 പേര് മരിച്ചുപോയി. ഗ്ലോറി. 1-2 അല്ല, 12,000 പേര്. അവർ സ്തോത്രം കായി പട്ടണക്കാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ തകർത്തു കളയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. പലരും ചത്തൊടുങ്ങി. പലർക്കും ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ് ദേശത്തെത്തുവാൻ കഴിഞ്ഞില്ല. പലരും തീർന്നു. പക്ഷേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 8-30, 8-31, 8-32, 33, 35, 35, 32, 31,
20, 18 ഒക്കെ നമ്മൾ വായിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ദാസനായ യോശുവയുടെ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി. ഹല്ലേലൂയ. എന്തിനെന്നറിയാമോ? നല്ല ഉറപ്പും ധൈര്യവുമുള്ള വ്യക്തിയായി നീ ഇരിക്കുമെങ്കിൽ ഈ പറയുന്ന ന്യായപ്രമാണ പുസ്തകത്തിനകത്ത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സകലതും നിനക്ക് വേണ്ടി ഞാൻ തരാൻ ശക്തനാണ്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, 8:25 ആ പറഞ്ഞ കണക്ക് വ്യക്തമായിട്ടുണ്ട്. ഹായി പട്ടണത്തിനകത്ത് പോയപ്പോൾ 12,000 പേരാണ്. എത്ര പേരെ കൊന്നെന്ന് കേട്ട് കഴിഞ്ഞാൽ, എത്ര പേര് മരിച്ചെന്ന് കേട്ട് കഴിഞ്ഞാൽ, എത്ര പേര് ആമേൻ സ്തോത്രം മാറ്റി നിർത്തിയത് കേട്ട് കഴിഞ്ഞാൽ, അവിടെ ആരൊക്കെ പരാജയപ്പെടുന്നത് കേട്ട് കഴിഞ്ഞാൽ പട്ടണക്കാരെ കംപ്ലീറ്റ് കൊന്നുകളഞ്ഞു. പക്ഷെ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, നീ മറന്നു പോകരുത് കേട്ടോ. തമ്പുരാൻ നമുക്ക് തരുന്ന സമയങ്ങൾ വളരെ 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 ഈ ദിവസങ്ങൾ മുമ്പിലോട്ട് കടന്നു പോകുമെങ്കിൽ യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ദൂത് കൂടെ വായിക്കാമോ? 1:17 അവിടെ ഒരു ദൂത് വായിച്ചാട്ടെ. 1:17 വായിച്ചാട്ടെ. ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും. നിന്റെ ദൈവമായ യഹോവ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരുന്നാൽ മതി. ആമേൻ, 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 ആമേൻ. മോശയെ ഞങ്ങൾ അനുസരിച്ചതുപോലെ ഞങ്ങൾ എന്ത് ചെയ്യും? നിന്നെ അനുസരിക്കും. ദൈവമാണ് ഇടപെട്ടത്. ദൈവം ഒരുത്തനെ പറഞ്ഞ് ഇടപെട്ട് നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ആമേൻ സ്തോത്രം അഭിഷിക്തന്മാരെ പോലും അനുസരിക്കാത്ത ഒരു തലമുറ നമ്മൾ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ പറയുന്നൊരു ദൂത് ശ്രദ്ധിച്ചേ. ഞങ്ങൾ മോശയെ സകലത്തിലും, ആമേൻ, എങ്ങനെ സകലത്തിലും, ഹല്ലേലൂയ. ഒന്ന് മാത്രമല്ല, ആരാധന ആലയത്തിനകത്തുള്ള ആമേൻ യോശുവയുടെ വായിൽ നിന്ന് എന്തൊക്കെ വിഴുതുവോ അതിലെല്ലാത്തിലും ഞങ്ങൾ അനുസരിക്കും. സകലത്തിന്റെ മേലും എന്തെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചാലും ഞങ്ങൾ അത് അനുസരണമുള്ളവരായിരിക്കും. അടുത്തെന്താ പറഞ്ഞത്? അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും. നിന്റെ ദൈവമായ യഹോവ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. അല്ലെങ്കിൽ ഇരുന്നാൽ മതി. ആമേൻ. ഇരിക്കും അല്ലെങ്കിൽ ഇരുന്നാൽ മതി. ഇന്ന് രാത്രി നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിന്നെ പലരും അവൻ ഉൾക്കൊണ്ടെന്ന് വരത്തില്ല. ദൈവമുള്ളവനെ ആർക്കും വേണ്ടെന്നേ. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്നെ ആർക്കും വേണ്ട. ആമേൻ. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്നറിയാമോ? ആമേൻ. ഹല്ലേലൂയ. ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുവോ? ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുവോ? കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ആയതല്ലോ മോശ വഴി. കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ആയതല്ലോ മോശ വഴി. എൻ്റെ കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്ന് യേശു വന്നിടുമേ. എൻ്റെ കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്ന് യേശു വന്നിടുമേ. ആമേൻ. യേശു ഉള്ളവൻ്റെ കൂടെ കൂട്ടുകാരൊന്നും കാണത്തില്ല. കാരണം അവരുടെ കൂടെ പോകണമെങ്കിൽ ഡ്രിങ്ക്സ് അടിക്കണം, വലിക്കണം, ചവയ്ക്കണം. ആമേൻ. ചൈനീ കുഞ്ഞിയൊക്കെ വയ്ക്കണം. ആമേൻ. പിന്നെ കടവരാന്തേര് കപ്പലണ്ടി കുറിക്കണം, വലിയ ബോണ്ടയുള്ള കടയിൽ കയറണം, വലിയ പഴംപൊരിയുടെ പിറകെ പോകണം. പിന്നെ കുറേ ഉണ്ട്, അതൊന്നും ഇപ്പൊ പറയുന്നില്ല. സ്തോത്രം. ഇവിടെ ദൈവമുള്ളവന് പ്രമാണം ഉണ്ടെന്നേ. ഹല്ലേലൂയ. എല്ലാ കടയിലും കയറി ഊണ് കഴിക്കാൻ പറ്റില്ല, എല്ലാ കടയിലും കയറി ബോണ്ട കഴിക്കാൻ പറ്റില്ല, എല്ലാ കരിമ്പൻ ജ്യൂസിന്റെ അടുത്ത് പോയിട്ട് താന്ന് പറയാൻ പറ്റില്ല. അവൻ ക്ലാസ് കഴിയാൻ നോക്കിക്കൊള്ളണം, അല്ലെങ്കിൽ എടുത്ത് കഴുകണം. ആമേൻ. ഞാൻ ഒരു കരിമ്പൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവൻ അങ്ങ് ഒഴിക്കുക. ഞങ്ങളുടെ എന്താ ഇവിടെ ഒഴിക്കാൻ പോകുന്നത്? എന്താ പരിപാടി? അല്ല, ജ്യൂസ് അടിക്കാൻ. കഴുകട, പാത്രം കഴുകട.
ഞാൻ അതിനെ നോക്കിയപ്പോൾ കുറുകുറ എന്തൊക്കെ ഇരിക്കുന്നു. കാക്ക കാഷ്ടിച്ചതാണോ? ഇനി കരിമ്പ് കരിമ്പിന് കഴുകിയ എന്ത് കഴുകിയില്ലെങ്കിൽ അതിനകത്ത് ഒരു ചാറല്ലേ മുഖ്യം. പോരാ, കരിമ്പിന്റെ പുറത്ത് കാക്ക കയറി ഞെരങ്ങിയതാണോ എന്ന് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. കിട്ടുന്നതെല്ലാം വാങ്ങിച്ച് വിഴുങ്ങിക്കൊണ്ട് വീട്ടിൽ വന്ന് ചൊറിച്ചിൽ വരും. ചൊറിച്ചിൽ നല്ല കരിമ്പാണോ, ഒറിജിനലാണോ, വെയിലത്ത് ഇത് കുടിക്കാൻ യോഗ്യമാണോ, ശരീരത്തിന് നല്ലതാണോ എന്നൊക്കെ. ഇന്നിപ്പോൾ കരുക്ക് പോലും കുടിക്കാൻ പറ്റുന്ന സ്ഥിതിയായിപ്പോയി. എന്തിനേറെ തണ്ണിമത്തയ്ക്കകത്ത് വരെ കരുക്കിൻ്റെ മൂട്ടിൽ അല്ലെങ്കിൽ തെങ്ങിൽ വരെ ഇഞ്ചക്ഷനാ, കായ്ഫലം കൂടാൻ, മണ്ടരി കുറയാൻ. ഇന്ന് രാത്രി പറയട്ടെ, നീ കഴിക്കുന്ന വെള്ളക്കോഴി സ്തോത്രം 20 ദിവസം കൊണ്ട് 4 കിലോ ഉള്ളത് വാങ്ങിച്ച് മുഴുത്ത് നോക്കി വരട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലുകൾ പൊടിഞ്ഞു പോകും. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിന്നെ കോഴിപ്പനി വന്നു കഴിഞ്ഞാൽ അന്ന് പള്ളിയിൽ പോലും പോകത്തില്ല. എല്ലാ കോഴിക്കട ഫ്രണ്ടിലായിരിക്കും. എല്ലാ കോഴിക്കടയിലും 5-6 കിലോ വരട്ടെ. ഒരു ചാള വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത എല്ലാം കൂടെ കടവുകൾ വാങ്ങിച്ച് അതിനെ വെട്ടിമുറിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന ആൾക്കാരെ കൈവെക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. ഇന്ന് രാത്രി അതിൻ്റെയൊക്കെ പിന്നാലെ പോകരുത് എന്നാണ് പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നത്. മുമ്പിലോട്ട് പോവാം. 13-ാമത്തെ 25, 13, 22, 13, 13, 13, 10, 41, 11, 23, 11, 21, 11, 19, 11, 16, 11, 13, 11, 10, 11, 9, 11, 3, 11, 1, 11, 39, 10, 25 ഈ വാക്യങ്ങളിലേക്ക് നമ്മൾ വരപ്പെടുമ്പോഴേ പ്രൈസ് ദി ലോർഡ്, വല്ലതും പിടികിട്ടിയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 11:10 ഇന്ന് രാത്രി നമുക്ക് വായിക്കാം. 11:10, 11:3 വായിക്കുമ്പോൾ, 11:1 വായിക്കുമ്പോൾ, 11:10:39 വായിക്കുമ്പോൾ, 10:34 വായിക്കുമ്പോൾ, 10:36 വായിക്കുമ്പോൾ, 10:32 വായിക്കുമ്പോൾ, 10:11 വായിക്കുമ്പോൾ, 10:16 വായിക്കുമ്പോൾ, 10:14 വായിക്കുമ്പോൾ, ദൈവകുഞ്ഞെ ഇന്ന് രാത്രി അനുഗ്രഹത്തോടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഇടിച്ചുകൊണ്ട് നിൽക്കണം. സ്തോത്രം 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 സ്തോത്രം. ഈ രാത്രി നിറയപ്പെട്ടവരായി, വചനം കേട്ടു വയറ് നിറഞ്ഞവരായി ഇന്ന് രാത്രി ഇവിടം വിടുമ്പോൾ ഇന്ന് രാത്രി പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. 11:3, 10:11 നമ്മൾ വായിക്കുമ്പോഴും 14:6 വായിക്കുമ്പോഴും വായിച്ചേ. 14:6 എന്ന് വായിച്ചേ. 14:6 വായിക്കുമ്പോൾ ഒരാള് 16:6 വായിക്കുമ്പോൾ അതിൻ്റെ സ്തോത്രം 14:7 കൂടെ ഒന്ന് വായിച്ചേ. അനന്തരം യഹൂദ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേസ് ബർന്നയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശെ കാദേസ് ബർന്നയിൽ നിന്ന് ദേശത്ത് ഒറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന എന്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോശുവയെ തൻ്റെ ജീവിതത്തിന്റെ മേഖലയിൽ കൂടെ കർത്താവ് കയറ്റി ഇറക്കി തന്നോട് ദൈവം കൽപ്പിച്ച രാജ്യത്തെ അവകാശമാക്കുവാനും ദേശത്തെ പിടിച്ചു വാങ്ങിക്കുവാൻ വേണ്ടി യുദ്ധം ചെയ്യുവാൻ യുദ്ധസമർത്ഥന്മാരായ ഒരു കൂട്ടം പടയ തലവന്മാരെയും പരിചയക്കാരന്മാരെയും വാൾ പിടിക്കാൻ ശക്തനായവന്മാരെയും കൂടെ അവന്റെ കൂടെ അയക്കിയ കാര്യമുണ്ട്. അവന് ശക്തനാണ്, അവൻ പേടിച്ചു മാറുന്നവനല്ല. ഒറ്റുനോക്കാൻ പോയെങ്കിലും അവൻ പേടിച്ച് പിന്മാറിപ്പോയിട്ടില്ല. അവന്റെ മുമ്പിൽ സ്തോത്രം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവം എന്നെ പരമേൽപ്പിച്ച് ചെയ്യുക. ലക്ഷ്യം അവന്റെ മേൽ ഭരിച്ചത് കൊണ്ട് അവന് പറയാൻ ഒത്തിരി വാക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കുഞ്ഞെ, ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി 15:7 നമ്മൾ വായിക്കുമ്പോഴും 15:6 വായിക്കുമ്പോഴും 15:5 വായിക്കുമ്പോഴും 14:10 വായിക്കുമ്പോഴും 15:9 അതിൻ്റെ 60 വായിക്കുമ്പോഴും 15:9 15:10 വായിക്കുമ്പോഴും 13, 14 നമ്മൾ വായിക്കുമ്പോഴും 15:17 സ്തോത്രം. 17:1 17:7 17:20 17:15
17-ന്റെ 10, 17-ന്റെ 16, 17-ന്റെ ഹല്ലേലൂയ ആമേൻ 3 ഇത്രയും വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് മുൻപിലോട്ട് വരുമ്പോൾ തന്നെ 18-ന്റെ 7, 18-ന്റെ 9, 18-ന്റെ 5, 18-ന്റെ 10, 18-ന്റെ 12, 18-ന്റെ 11, 18-ന്റെ 13, ആമേൻ സ്തോത്രം, 18-ാം അധ്യായത്തിന്റെ 22 നമ്മളൊക്കെ വായിച്ച് മുമ്പിലോട്ട് വരപ്പെടുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോശുവയോട് ദൈവം കൽപ്പിച്ചത് നമുക്കവിടെ കാണാൻ കഴിയും. 22-ാമത്തെ അധ്യായം അല്ലെങ്കിൽ 19-ന്റെ ആമേൻ 30-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 22 പട്ടണങ്ങൾ. നോക്കിക്കേ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട വാക്ക് കേട്ടോ. 19-30 പറയുന്നത് എന്താണെന്നറിയാമോ? ആമേൻ, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ആമേൻ യോശുവ ഈ പട്ടണം, അശൂർ തുടങ്ങിയ പട്ടണങ്ങളെല്ലാം കൂടെ 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ അടുക്കി പുറക്കിയങ്ങ് ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു വെല്ലുവിളി. നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുക്കട്ടോ, വെല്ലുവിളി ഏറ്റെടുക്കേ. വായിച്ചേ ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഏതാ വായിക്കുന്നത്? 19-30 ഒന്ന് വായിച്ചേ. എന്താ അവിടെ വായിച്ചത്? 19-30 പെട്ടെന്ന് വായിച്ചേ. രഹോബ് മുതലായ 22 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് അശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. ആമേൻ. 22 പട്ടണങ്ങൾ ആർക്കാ? ആമേൻ, യോശുവയുടെ കൈക്കീഴിൽ വന്ന് പെട്ടത് 1, 2, 3 അല്ല. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ആമേൻ സ്തോത്രം, കേവലം ഒരു 2 സെന്റെങ്കിലും കിട്ടിയാൽ മതിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട. 2 സെന്റ് നീ പ്രാർത്ഥിക്കരുത്. നീ രാജാവിൻ്റെ മകളാ, നീ രാജാവിൻ്റെ മകനാ. നീ പ്രാർത്ഥിക്കേണ്ടത് പട്ടണങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കണം. പട്ടണങ്ങൾ കർത്താവേ, ഒരു പട്ടണം എനിക്ക് തരണം. 22 പട്ടണങ്ങൾ പ്രാർത്ഥിച്ചവന് കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച തലമുറകൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്ത് മുഴങ്ങി നിൽക്കുന്ന ദൈവ ശബ്ദം, ഇതിനകത്തിരിക്കുന്ന ദൈവ കുഞ്ഞ്, നിന്റെ പ്രാർത്ഥനയും നിന്റെ ആരാധനയും നിന്റെ വചനധ്യാനവും നിന്റെ ആമേശ്വരം ദൈവത്തോടുള്ള നിലവിളിയും ഈ രാത്രി നീ പ്രാർത്ഥിക്കണം. കർത്താവേ, 20-ന്റെ 7, 8, 20-ന്റെ 8, 20-ന്റെ ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ്, ആമേ 7, 20-ന്റെ 6, 20-ന്റെ 2, 3, ആമേ 21-ന്റെ 2, 21-ന്റെ 6, 21-ന്റെ 11. നമ്മൾ ഈ ഭാവമൊക്കെ ചിന്തിക്കുമ്പോഴേ ഇന്ന് രാത്രി 24-ന്റെ 26, 24-ന്റെ 29, 24-ന്റെ 30, 24-ന്റെ 15, 24-ന്റെ 30, 24-ന്റെ 33 ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇടയ്ക്ക് 1-2 അധ്യായം വിട്ടുപോയിട്ടോ, അത് വിട്ടതാ. സ്വതന്ത്രം പറ. ഇന്ന് രാത്രി എല്ലാം കൂടെ നിങ്ങൾക്ക് തരണമെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. ഈ രാത്രി ഇതൊക്കെ കരളായ ഭാഗങ്ങളുടെ വാക്യങ്ങൾ മാത്രമായി എടുത്തിരിക്കുന്നത് എന്തിനാ? നല്ല ഉറപ്പും നല്ല ധൈര്യവും ഉള്ളവനായി മാത്രം. 9-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായി ഇരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ആമേൻ. ചില വാക്യങ്ങൾ എഴുതിയെത്തോ കമ്പിവാചകത്തിൽ, അതോട് ചേർന്ന് പുറപ്പാട് പുസ്തകം 3-ന്റെ 12, പുറപ്പാട് 3-ന്റെ 12, യോശുവ 1-ന്റെ 9, യോശുവ 1-ന്റെ 9, യോശുവ 17-ന്റെ 3 മുതൽ 7 വരെ. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 31-ന്റെ 8, 23, ഉൽപ്പത്തി 28-ന്റെ 15, ആവർത്തനം 31-ന്റെ 6 മുതൽ 8 വരെ, 1 ദിനവൃത്താന്തം 28-ന്റെ 20. ഇത്രയും വാക്യങ്ങൾ നിങ്ങൾ കുറിച്ച് വെച്ചോളൂ. ഇതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. പ്രാർത്ഥിക്കുക. എല്ലാ കണ്ണുകളും അടഞ്ഞാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ പോകുക. ഈ രാത്രി ദൈവത്തിൻ്റെ